നമസ്കാരം. കേരളത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവരിൽ HIV രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പുറത്തുവിട്ട HIV കേസുകളിൽ 15 മുതൽ 24 വയസ്സിനിടയിലുള്ള യുവാക്കൾ ഏകദേശം 9%. 2023 അത് 12%, 2024 14.2% വർദ്ധിച്ചു. 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇത് 15.4% വർദ്ധിച്ചിരിക്കുകയാണ്. മാസത്തിൽ 100 പുതിയ കേസുകളാണ് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 1200 കേസുകൾ ഉണ്ടാവുന്നു. 2025 മാത്രം 1213 പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ഞെട്ടലുളവാക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 23,608 പേരെയാണ് HIV രോഗബാധിതരായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 4,477 പേർക്ക് പുതുതായി HIV അണുബാധ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ 3,393 പേർ പുരുഷന്മാരും 1,065 പേർ സ്ത്രീകളും 19 പേർ ട്രാൻസ്ജെൻഡർമാരുമാണ്. 90% ഗർഭിണികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. 3 വർഷത്തിനിടെ HIV അണുബാധിതർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്തു നിന്നുമാണ്. 850 പേരെയാണ് അവിടെ നിന്നും പുതുതായി HIV രോഗബാധിതരായി കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് 555, തൃശൂര് 518, കോഴിക്കോട് 441, പാലക്കാട് 371, കോട്ടയത്ത് 350 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് HIV രോഗബാധിതരുള്ളത് വയനാട്ടിലാണ്. 67 പേരെയാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ വയനാട്ടിൽ നിന്നും രോഗബാധിതരായി കണ്ടെത്തിയത്. പ്രധാനമായും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ് HIV പകരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഈ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാനിടയായതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ലഹരിക്കായി സംഘടിക്കുന്നവർ പരസ്പരം സിറിഞ്ചുകൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് പലരിലേക്കും HIV എത്തപ്പെട്ടത്. ലഹരി കൈമാറ്റത്തിനൊപ്പം മാരക വൈറസ് കൈമാറലും അങ്ങനെ സംഭവിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള കുത്തിവയ്പ്പിനായി ഉപയോഗിക്കപ്പെടുന്ന സിറിഞ്ചുകൾ പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ 8.1% പേർക്ക് ഇതിനോടകം എയ്ഡ്സ് രോഗബാധ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് 2022 മുതൽ 2025 വരെയുള്ള വർഷകാലയളവിൽ കണ്ടെത്തിയ 4,477 പുതിയ കേസുകളിൽ 62.5% പേർക്ക് ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതോടെയാണ് HIV ബാധ ഉണ്ടായതെന്ന് കണ്ടെത്തുകയുണ്ടായി. 24.6% പേർക്ക് സ്വവർഗരതിയിലൂടെയാണ് HIV പകർന്നത്. മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ പങ്കിട്ടതിലൂടെ 8.1% പേർക്ക് HIV രോഗബാധയുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടാറ്റു, ബോഡി പിയേഴ്സിംഗ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. ഈ രംഗത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. സുരക്ഷിതമല്ലാത്ത കേന്ദ്രങ്ങളിൽ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ടാറ്റു, ബോഡി പിയേഴ്സിംഗ് എന്നിവ നടത്തുമ്പോൾ അത് ഏറെ അപകടകരമായി മാറുന്നു. അക്കാരണത്താലും വിവിധ പ്രായക്കാർക്കിടയിൽ HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന HIV കേസുകളുടെ കണക്കുകൾ വെറുതെ ഒരു വിവരശേഖരമായി മാത്രം സമീപിക്കാനാവില്ല. അത് സമൂഹത്തിന്റെ ഭാവിക്ക് മുന്നിൽ തന്നെ ചോദ്യചിഹ്നമുയർത്തുന്ന ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ആരോഗ്യമേഖലയിൽ ആഗോള രംഗത്ത് തന്നെ ശ്രദ്ധേയമായ കേരളം പോലൊരു സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ HIV രോഗം വ്യാപകമാകുന്നത് അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. താൽക്കാലിക സുഖത്തിനായി അശ്രദ്ധ നിറഞ്ഞ ജീവിത രീതിയിലൂടെ സ്വന്തം ആരോഗ്യത്തെ കുരുതി കൊടുക്കാതിരിക്കാൻ യുവതലമുറ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. പുറത്തിറങ്ങിയാൽ ഒറ്റപ്പെടുമോ എന്ന ഭയത്താൽ പല രോഗബാധിതരും തങ്ങളുടെ രോഗവിവരങ്ങൾ മറച്ചുവെക്കാറുണ്ട്. അത്തരം ആളുകൾ രോഗവ്യാപനത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഇടപെടുമ്പോഴും രോഗം മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയാകും. അതുപോലെ തന്നെ തങ്ങൾക്ക് രോഗമുണ്ടെന്ന് തിരിച്ചറിയാതിരിക്കുന്നവരുമുണ്ട്. ചില HIV ബാധിതർക്ക്, പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്ക്
ശരിയായ മേൽവിലാസം അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ ഇല്ലാത്തതിനാൽ തുടർച്ചയായ ചികിത്സയും പിന്തുണയും ഉറപ്പുവരുത്തുന്നതും പ്രയാസകരമായി മാറുന്നു. HIV ബാധിതരുമായി രോഗവ്യാപന സാധ്യതയുള്ള രീതിയിൽ സമ്പർക്കം ഉണ്ടായതായി സംശയിക്കുന്നവർക്ക് പ്രാരംഭഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന ചികിത്സയാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. ഈ ചികിത്സ എത്ര നേരത്തെ തേടുന്നുവോ അത്രയും ഫലപ്രദമായിരിക്കും. എന്നാൽ 72 മണിക്കൂറിന് ശേഷം ഈ ചികിത്സ ഫലപ്രദമാവില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ധാരണകളെ തിരുത്തിക്കുറിക്കും വിധമാണ് ഇന്ന് എയ്ഡ്സിന്റെ ചികിത്സാ രീതികൾ. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയായ ആന്റി റെട്രോവൈറൽ തെറാപ്പി വഴി ജന്മന എയ്ഡ്സ് ബാധിതരായി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും ശരീരത്തിലെ വൈറസ് ലോഡ് കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരാൾക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ എയ്ഡ്സിനെ നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.